സത്യം പറഞ്ഞേക്ക് നല്ല സങ്കടമുണ്ട്. നമ്മളെല്ലാവരും രാവിലെ തന്നെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ വിടവാങ്ങിയിരിക്കുകയാണ്. ഒരു രാവിലെ 7:30 8 മണിയാവും ഈ വാർത്ത ഞാൻ ന്യൂസിലെല്ലാം അറിഞ്ഞത്. എന്നെ നെഞ്ചിടിച്ചു പോയി. കാരണം പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓൾ റൗണ്ടർ തന്നെ പറയേണ്ടി വരും. ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാത്തിനും കൊണ്ട് ഓൾ റൗണ്ടർ തന്നെയാണ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ. അപ്പോൾ പുള്ളി പോയെന്നറിഞ്ഞപ്പോൾ സത്യം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പുള്ളിയുടെ തന്നെ എത്ര കഥാപാത്രങ്ങളെ എത്ര ഡയലോഗ് കേട്ടാണ് നമ്മൾ ചിരിച്ചിട്ടുള്ളത്. ടിറ്റോ ശ്രീനിവാസൻ ചേട്ടൻ്റെ എല്ലാ കഴിവും കിട്ടിയിരിക്കുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ ലാലേട്ടനുമായിട്ടുള്ള കോംബോ ശരിക്കും ഉള്ളത് ശ്രീനിവാസൻ ചേട്ടൻ തന്നെയാണ്. ആർക്കും നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റത്തില്ല ശ്രീനിവാസൻ ചേട്ടനെ. ആലിയ ഭട്ട് നായികയെത്തുന്ന പുതിയ സിനിമയാണ് ആൽഫ എന്ന് പറയുന്ന മൂവി. അതും സ്പൈ യൂണിവേഴ്സിൽ പെടുന്നതാണ്. സിനിമയുടെ ഏകദേശം റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസമായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങുന്ന സിനിമയാണ്. അതുകൊണ്ട് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിലൊക്കെ ഇറക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഗതി എന്താവുമെന്ന് കണ്ടറിയണം. വാർ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ സിനിമയുടെ ചെറിയ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ലെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന പുതിയ സിനിമയാണ് ഋഷഭ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ മൂവി. സിനിമയുടെ ഡ്യൂറേഷൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറും 7 മിനിറ്റ് മാത്രമാണ് സിനിമയ്ക്ക് ഡ്യൂറേഷനായിട്ട് വരുന്നത്. U/A സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്നത് ഈ വരുന്ന 25-ാം തീയതി ക്രിസ്മസ് റിലീസിനായിട്ടായിരിക്കും. അപ്പോൾ ആരൊക്കെ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്?